بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ നാഷണൽ കമ്മിറ്റി 2012 ഡിസംബർ 1 മുതൽ 2013 ഫെബ്രുവരി 28 വരെ 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന് രൂപം കൊടുത്തിരിക്കുകയാണ്. ഈ ത്രൈമാസ ക്യാമ്പയിൻ്റെ പ്രമേയമായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത് വിശ്വാസം, വിശുദ്ധി, നവോത്ഥാനം എന്നാണ്. ഏറെ കാലിക പ്രസക്തമായ ഈ പ്രമേയത്തെ ആസ്പദിച്ചുകൊണ്ട് അല്പം കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. ആ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന മാതൃക സ്വീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളാണ് ഇസ്ലാഹി സെൻ്ററുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജിദ്ദയിലാണ് ആദ്യമായി സൗദിയിലെ ഇസ്ലാഹി സെൻ്ററുകളുടെ തുടക്കം കുറിച്ചുകൊണ്ട് അത്തരമൊരു പ്രവർത്തന കേന്ദ്രം ആരംഭിച്ചത്. ഇന്ന് സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 25-ലധികം സെൻ്ററുകൾ, അവക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നാഷണൽ കമ്മിറ്റി, ആ നാഷണൽ കമ്മിറ്റിയുടെ കീഴിൽ 4 സോണുകളിലായിട്ടാണ് ഇസ്ലാഹി സെൻ്ററുകളുടെ പ്രവർത്തനം നടക്കുന്നത്. ജിദ്ദ കേന്ദ്രീകരിച്ചുകൊണ്ട് വെസ്റ്റേൺ സോൺ, ദമാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈസ്റ്റേൺ സോൺ, അതേപോലെ തന്നെ നജ്റാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സദേൺ സോൺ, കസീം ആസ്ഥാനമായുള്ള കസീം സോൺ. ഇങ്ങനെ നാഷണൽ കമ്മിറ്റിയും സോണൽ കമ്മിറ്റികളും താഴെ ഇസ്ലാഹി സെൻ്ററുകളും ഈ ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇൻഷാ അല്ലാഹ് അടുത്ത 3 മാസക്കാലം മുന്നോട്ട് പോകുവാനിരിക്കുകയാണ്. സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആ പ്രവർത്തനങ്ങൾക്ക് പുറമെ നാഷണൽ കമ്മിറ്റി ആഹ്വാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സെൻ്ററുകൾ ഏറ്റെടുക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് വിശ്വാസം, വിശുദ്ധി, നവോത്ഥാനം എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിശുദ്ധ ഖുർആൻ വിജ്ഞാന പരീക്ഷ മലയാളി പ്രവാസി സമൂഹത്തിനായി നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ബഹുജന പരിപാടിയാണ്. ഇത്തരം പരിപാടികളിലെല്ലാം ജനങ്ങൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് സംബന്ധിക്കുന്നത്. ഈ ക്യാമ്പയിനിലും ബഹുജനങ്ങളുടെ ശ്രദ്ധയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. സത്യത്തിൽ 1921 മലബാറിൽ നടന്ന മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ കലാപം കേരളത്തിലെ
മുസ്ലിം ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. ആ കലാപം മുസ്ലിങ്ങളെ സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർത്ത ഒരു പശ്ചാത്തലത്തിലാണ് കലാപാനന്തരം 1921 കൊടുങ്ങല്ലൂരെത്തിയ മർഹൂം KM മൗലവിയും ഹമദാനി തങ്ങളുമൊക്കെ അവരുടെ ശ്രമഫലമായി ഇങ്ങനെ തകർന്നടിഞ്ഞ മുസ്ലിങ്ങളുടെ ദുരവസ്ഥ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ 1922 കൊടുങ്ങല്ലൂരിനടുത്തുള്ള എറിയാട് എന്ന സ്ഥലത്ത് നിഷ്പക്ഷ സംഘം എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയാണ്. അതൊരു സംഘമാണ്. അന്ന് കൊടുങ്ങല്ലൂരിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ വരെ നിലനിന്നിരുന്ന കക്ഷി വഴക്കുകൾ, തമ്മിൽ തർക്കങ്ങൾ, ഇതൊക്കെ പരിഹരിക്കുന്നതിൽ വളരെ നിർണായകമായി പങ്കുവഹിച്ച ഒരു സംഘമായിരുന്നു ഐക്യസംഘം എന്ന് പറയുന്നത്. ആ പേര് പോലും സൂചിപ്പിക്കുന്നത് രഞ്ജിപ്പുണ്ടാക്കുന്ന ഒരു സംഘം എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1921 സർവ്വമേഖലകളിലും തകർന്നടിഞ്ഞ സമൂഹത്തിന് ആത്മവിശ്വാസവും അവർ നേരിടുന്ന വെല്ലുവിളികളെ അതിജയിക്കുവാനുള്ള കരുത്തും പ്രദാനം ചെയ്യുന്നതിൽ അക്കാലത്ത് ഐക്യസംഘം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിലും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരിൽ സമൂഹ മനസാക്ഷിയെ ഉണർത്തുന്നതിലും ഐക്യസംഘം വഹിച്ചിട്ടുള്ള പങ്ക് നമുക്കൊരിക്കലും തന്നെ നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. അത്തരത്തിൽ ശ്രദ്ധേയമായ, ചരിത്രത്തിൽ കൃത്യമായ പങ്കുവഹിച്ച, റോള് നിർവഹിച്ച ഒരു സംഘമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല രൂപം എന്ന് പറയുന്നത്. തുടർന്ന് 1923 മെയ് 27, 28 തീയതികളിൽ ഇതേ ഏറിയാട് വെച്ചുകൊണ്ട് തന്നെ ഐക്യസംഘത്തിൻ്റെ 1ാം വാർഷിക സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പ്രമുഖ പണ്ഡിതനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന, കേരളക്കരയിലെ ചരിത്ര വിദ്യാർത്ഥികൾ എന്നും ആദരവോടുകൂടി ഓർക്കുന്ന നവോത്ഥാന നായകന്മാരുടെ നാമം അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയാത്ത വക്കം അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു ആ വാർഷിക സമ്മേളനത്തിലെ അധ്യക്ഷൻ. ഈ ഐക്യസംഘത്തിൻ്റെ 2ാം വാർഷിക സമ്മേളനം നടക്കുന്നത് 1924 മെയ് മാസം 10 മുതൽ 12 വരെ. അത് ആലുവയിലാണ് നടന്നത്. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് 1924 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന രൂപം കൊള്ളുന്നത്. ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം കൊള്ളുന്നത്. ഇങ്ങനെ മറ്റു പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ അവതരിപ്പിച്ചതുപോലെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിലും ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനമായ അജണ്ട എന്ന് പറയുന്നത് പരിഷ്കരണമായിരുന്നു, നവോത്ഥാനമായിരുന്നു. ഐക്യസംഘം വഴി കാണിച്ചു കൊടുത്ത നവോത്ഥാനമായിരുന്നു. അന്ന് അതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാർക്ക് പ്രചോദനമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള, ഈജിപ്തിലെ മുഹമ്മദ് അബ്ദുവിനെ പോലെയും റഷീദ് റിളയെ പോലെയുള്ള പരിഷ്കർത്താക്കളുടെ പാതയും അവരുടെ പ്രവർത്തനവും അവരുടെ പ്രവർത്തന ശൈലിയും രീതിയുമൊക്കെയാണ് ഈ നവോത്ഥാന നായകന്മാർക്ക് ആവേശം പകർന്നത്. അന്ന് ഈജിപ്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന അൽമനാർ എന്ന് പറയുന്ന സയ്യിദ് റഷീദ് റിളയുടെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണത്തിന്, അൽമനാറിന് അന്ന് കേരളത്തിൽ ഒരുപാട് വരിക്കാരുണ്ടായിരുന്നു. ആ അൽമനാറിലെ ലേഖനങ്ങളിൽ നിന്നും വാർത്തകളിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളക്കരയിൽ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന സമൂഹത്തെ വിജ്ഞാനത്തിൻ്റെ വീതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുവാൻ അവർക്ക് സാധിച്ചത്. മദ്ഹബുകളെ അന്ധമായി അനുകരിക്കുകയും ഖബറാരാധന നടത്തുകയും നേർച്ചയും ഉറൂസും അതേപോലെ തന്നെയുള്ള മുഴുവൻ അനാചാരങ്ങളും മതത്തിൻ്റെ ഭാഗമായി അനുഷ്ഠിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തെയാണ്
ഈ നവോത്ഥാന നായകന്മാർ മാറ്റി പ്രതിഷ്ഠിച്ചത്. നമ്മുടെ ഈ പ്രമേയം സംസാരിക്കുന്നത് പോലെ യഥാർത്ഥമായ മതവിശ്വാസവും നിഷ്കളങ്കമായ, നമ്മൾ പറയുന്നത് പോലെ വിശുദ്ധിയുള്ള വിശ്വാസമുണ്ടായാൽ മാത്രം പോരാ, അതിൽ വിശുദ്ധി വേണം. വിശുദ്ധിയുള്ള ഒരു സമൂഹമായി വളർന്നു വരാനും അതാണ് എല്ലാ വളർച്ചകളുടെയും നിദാനമെന്ന് സമൂഹത്തെ പഠിപ്പിക്കാനും അവർക്ക് സാധിച്ചു. അങ്ങനെ ബഹുജനങ്ങൾക്ക് വേണ്ടി 1950കളിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടനയുണ്ടായി. വളരെ വിപുലമായ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ പ്രവർത്തിക്കുവാനുള്ള പാതയൊരുക്കിയത് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ബഹുജന സംഘടനയാണ്. അതിൻ്റെ ആമുഖത്തിൽ, അതിൻ്റെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്ന പ്രവർത്തനങ്ങളും ഏത് രൂപത്തിലാണത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നും. യഥാർത്ഥമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിശ്വാസം പ്രചരിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ അജണ്ടയായി കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനും സുന്നത്തും ആധാരമായി പ്രവർത്തിക്കുന്ന സംഘടന. രണ്ടാമതായി പറയുന്നത് സമൂഹത്തിലെ മുഴുവൻ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുകയും അവയെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നതാണ്. 3, വിദ്യാഭ്യാസ രംഗത്തും സാഹിത്യ രംഗത്തുമൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുനില നന്നാക്കിയെടുക്കുക. അതേപോലെ ഇസ്ലാമിനെ കുറിച്ച് മതസ്ഥർക്കുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുക. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. അതേപോലെ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായ ഉയർച്ചയുണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അനാഥാലയങ്ങൾ സ്ഥാപിക്കുക, ആശുപത്രികൾ സ്ഥാപിക്കുക, പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളും അതിനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുക. ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടി പള്ളികളും മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതേപോലെ ആതുരാലയങ്ങളുമൊക്കെ സ്ഥാപിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു അന്ന് തന്നെ KNMന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അങ്ങനെയാണ് പ്രസക്തമാകുന്നത്. നാഷണൽ കമ്മിറ്റി ക്യാമ്പയിൻ്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്നത് ഏത് നവോത്ഥാനത്തിനും, അത് വ്യക്തിയിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും, വിദ്യാഭ്യാസ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും മതരംഗത്തായാലും പൊതുരംഗത്തായാലും ഏകനായ ഒരു സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധവും അവനിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തെ കറകളഞ്ഞ രൂപത്തിൽ നിലനിർത്തുവാനുള്ള പക്വതയും ആർജിച്ചെടുക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ നവോത്ഥാനത്തിൻ്റെ പടവുകൾ കയറിപ്പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. നവോത്ഥാനം എന്ന് പറയുന്നത് വളർച്ചയാണ്. മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന പതിതാവസ്ഥയിൽ നിന്നുള്ള ഉയിർപ്പാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ അടിത്തറ പുറമെ കാണുന്ന എന്തെങ്കിലും മോടിയോ ജാടയോ കാട്ടിക്കൂട്ടലുകളോ അല്ല. നമ്മൾ ഇത്തരമൊരു ക്യാമ്പയിൻ പ്രമേയം പ്രഖ്യാപിക്കുമ്പോൾ അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. 2013 ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 8ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി കേരളക്കരയിൽ ഒരുപാട് ബഹുജന സംഗമങ്ങളും സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 13 കൊടുങ്ങല്ലൂരിലെ ഏറിയാട് നടന്ന ഐക്യസംഘത്തിൻ്റെ 90ാം വാർഷിക സമ്മേളനം, ഇക്കഴിഞ്ഞ നവംബർ 1 എറണാകുളത്ത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ പങ്കെടുത്ത MSM സ്റ്റുഡൻസ് കോൺഗ്രസ്, ഈ ഡിസംബറിൽ തന്നെ നടക്കാനിരിക്കുന്ന ISM ബഹുജന സമ്മേളനം ഡിസംബർ 21, 22, 23 തീയതികളിൽ പാലക്കാട് നടക്കുകയാണ്. ഈ സമ്മേളനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലെ ഇസ്ലാഹി സെന്ററുകൾ ആ പ്രവർത്തനങ്ങളോട് കണ്ണിചേരുകയാണ്. ഡിസംബറിൽ പാലക്കാട് നടക്കാനിരിക്കുന്ന ISMന്റെ ബഹുജന സമ്മേളനത്തിൻ്റെ പ്രമേയം വിശ്വാസ വിശുദ്ധി സമർപ്പിത യൗവനം എന്നാണ്.
ആ പ്രമേയത്തെ കൂടി നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പ്രമേയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി സൗദി അറേബ്യയിലെ വിവിധ സെന്ററുകൾ കേന്ദ്രീകരിച്ച് പ്രമേയ ചർച്ചകളും സെമിനാറുകളും ടേബിൾ ടോക്കുകളും തസ്കിയ തർബിയ മീറ്റുകളും കുടുംബ സംഗമങ്ങളും വിദ്യാർത്ഥി സംഗമങ്ങളും CD ലഘുലേഖ വിതരണങ്ങളും ഒക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നമ്മളൊരു പ്രബന്ധ രചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷിതത്വം വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ ആസ്പദിച്ചുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രായഭേദമന്യേ പങ്കെടുക്കാവുന്ന ഒരു പ്രബന്ധ രചനാ മത്സരമാണത്. 10 പുറത്തിൽ കവിയാത്ത ഉപന്യാസങ്ങൾ ഈ വിഷയത്തിൽ ആർക്കും എഴുതി ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാമ്പയിന്റെ പശ്ചാത്തലം ഏറെ പ്രസക്തമാകുന്ന ഒരു കാര്യം കൂടെയുണ്ട്. നവോത്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് കടുത്ത അന്ധവിശ്വാസികളും അതേപോലെ തന്നെ യാഥാസ്ഥികരും രംഗത്ത് വരുന്ന ഒരു കാലം കൂടിയാണ്. സമൂഹത്തിലെ മുഴുവൻ അനാചാരങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ഇസ്ലാം പ്രത്യക്ഷമായി വിലക്കിയ പ്രവർത്തനങ്ങൾ പോലും ചെയ്യുകയും ഇസ്ലാഹി പ്രസ്ഥാനം ഒരു കാലത്ത് പടിയടച്ചു പുറത്താക്കിയ മുഴുവൻ അന്ധവിശ്വാസങ്ങളെയും പുതിയ മുഖം മൂടിയണിച്ച് എഴുന്നള്ളിക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന യാഥാസ്ഥികരും അന്ധവിശ്വാസികളും നവയാഥാസ്ഥികരുമൊക്കെ നവോത്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന സമകാലിക സാഹചര്യത്തിൽ യഥാർത്ഥ നവോത്ഥാന പ്രസ്ഥാനം എന്താണെന്നും ഇസ്ലാഹി പ്രസ്ഥാനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ പ്രവർത്തിച്ചു കാണിച്ച മാതൃക എന്താണെന്നും അതിൻ്റെ മഹനീയമായ ആദർശം എന്താണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി ഈ ക്യാമ്പയിൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈ വിഷയം ഒരു ബഹുജന ചർച്ചയ്ക്ക് വിധേയമാക്കുവാനും ജനകീയ പങ്കാളിത്തത്തോടുകൂടി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനായി പരിവർത്തിപ്പിക്കുവാനും സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നാഷണൽ കമ്മിറ്റിക്ക് കീഴിലുള്ള 25ലധികം വരുന്ന ഇസ്ലാഹി സെന്ററുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം യഥാർത്ഥമായ വിശ്വാസവും ജീവിത വിശുദ്ധിയുമാണ്. അതിലൂടെ മാത്രമേ പുരോഗതിയിലേക്ക് എത്തിച്ചേരുവാൻ മനുഷ്യ സമൂഹത്തിന് സാധിക്കുകയുള്ളൂ. വിശ്വാസം, വിശുദ്ധി, നവോത്ഥാനം എന്ന പ്രമേയത്തെ ആസ്പദിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ബഹുമാന്യ പണ്ഡിതൻ അഹമ്മദ് കുട്ടി മദനി സംസാരിക്കും. ശ്രവിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ആമുഖ ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സാഹിബി ശറഇൽ ഖവീം വൽ മൻഹജിൽ മുസ്തഖീം മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസം, വിശുദ്ധി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ വിശ്വാസം ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു വികാരമാണ്. എന്താണ് വിശ്വാസം എന്ന
ചോദ്യത്തിന് പല നിർവചനവും കണ്ടെത്താൻ നമുക്ക് കഴിയും. വിശ്വാസം എന്നതിന് ഇസ്ലാമിൽ വളരെ കൃത്യമായ, ഈമാൻ എന്നതിന് വളരെ കൃത്യമായ നിർവചനം വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ രൂഢമൂലമാകുന്ന ഒരു ആദർശമാണ് വിശ്വാസം. വിശ്വാസം കേവലം ഒരു അലങ്കാരമായി നമ്മുടെ കഴുത്തിലണിയേണ്ട ഒരു ആഭരണമല്ല. നമ്മുടെ പ്രതീക്ഷയോ നാം പടുത്തുയർത്തുന്ന മനക്കോട്ടകളോ അല്ല വിശ്വാസം. വലാകിൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമാകുന്ന ആദർശം, ആ ആദർശത്തെ, അവൻ്റെ വിശ്വാസത്തെ, അവൻ്റെ കർമ്മങ്ങൾ സ്ഥിരീകരിക്കുകയും അത് സത്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ വിശ്വാസികളുടെ ജീവിതം അത് വിശുദ്ധമായിരിക്കണം. ഏതൊരുവൻ താൻ ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും, വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാകേണ്ടതായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും, അവിടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട, വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ഉണ്ടാകേണ്ടതായ വിശുദ്ധി ഇന്ന് പലപ്പോഴും അത് നിലനിർത്തുവാനോ അത് നേരിൽ കാണുവാനോ നമുക്ക് കഴിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥയുണ്ടാകുന്നത്? ഇന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടാനുകോടി മനുഷ്യരിൽ 99% ആളുകളും ദൈവവിശ്വാസികളാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയാവുകയില്ല. എന്നാൽ ഈ ദൈവവിശ്വാസികളായ മനുഷ്യ സമൂഹത്തിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്ന മാറ്റവും ഗുണവും നന്മയും എന്തുകൊണ്ട് പരിപൂർണമായി നേടിയെടുക്കാനാവുന്നില്ല എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം നൽകുന്നത് വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നോ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ, ആ മനുഷ്യരിൽ അധികം ആളുകളും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവം എന്നാണ്. ഇലാഹുൻ എന്ന് പറഞ്ഞാൽ ആരാധ്യൻ, ദൈവം എന്നാണ് അർത്ഥം. അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവം, യഥാർത്ഥ ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ ആശയം അല്ലാഹുവല്ലാതെ യഥാർത്ഥ ദൈവമായി, യഥാർത്ഥ ആരാധ്യനായി മറ്റാരും തന്നെയില്ല എന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസം കൊണ്ട് മനുഷ്യ സമൂഹത്തിന് നേടേണ്ട ഗുണങ്ങളും മാറ്റങ്ങളും നല്ല സ്വഭാവങ്ങളും സംസ്കാരവും ധർമ്മബോധവും പരിപൂർണമായി ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഖുർആനി വിശദീകരിച്ചു തരുന്നത്. കാരണം എന്താ? അധികം ആളുകളുടെയും അധികം മനുഷ്യരുടെയും വിശ്വാസത്തിൽ മായം കലർന്നിരിക്കുന്നു. വിശ്വാസത്തിൽ മായം കലർന്നിരിക്കുന്നു എന്നതാണ്. ഏതൊരു വസ്തുവിലും മായം കലർന്നാൽ അതുകൊണ്ടുണ്ടാകേണ്ട ഗുണം, അതുകൊണ്ടുണ്ടാകേണ്ട നേട്ടം, നന്മ ഒരിക്കലും പരിപൂർണമായി ലഭിക്കുകയില്ല. ഔഷധത്തിൽ മായം കലർന്നാൽ ആ ഔഷധം കുടിച്ചാൽ ഒരിക്കലും ആ രോഗിക്ക് പരിപൂർണമായി രോഗം ഭേദമായി കൊള്ളണമെന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറ്റു രോഗങ്ങൾ ആ ഔഷധം കുടിച്ചത് കൊണ്ട് ചിലപ്പോൾ ഉണ്ടായി എന്ന് വന്നേക്കാം. ഭക്ഷണത്തിൽ മായം ചേർന്നാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. മായം കലർന്ന ഭക്ഷണം കഴിച്ചാൽ മനുഷ്യൻ്റെ ആരോഗ്യം ക്ഷയിക്കും, മാത്രമല്ല ചിലപ്പോൾ മരണം വരെ അതുകൊണ്ട് സംഭവിച്ചു എന്ന് വന്നേക്കാം. അപ്പോൾ എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം? മായം കലരാത്ത വിശ്വാസം. അതാണ് ഓരോ വിശ്വാസികളും വെച്ച് പുലർത്തേണ്ടത്. ഈ ലോകത്ത് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം മനുഷ്യരും മായം കലർന്ന വിശ്വാസമാണ് തങ്ങളുടെ മനസ്സുകളിൽ കുടിയിരുത്തിയിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മായം കലരാത്ത വിശ്വാസം ഏതാണ്? അതിനെക്കുറിച്ചും കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, യഥാർത്ഥത്തിൽ വിശ്വസിച്ചവർ, വലം യൽബിസൂ ഈമാനഹും ബിദുൽം, തങ്ങളുടെ വിശ്വാസത്തിൽ മായം കലർത്തിയിട്ടില്ലാത്തവർ. വിശ്വാസത്തിൽ കലരുന്ന ഏറ്റവും വലിയ മായം എന്താണെന്നോ അതാണ് ദുൽമ്. ദുൽമ് എന്ന് പറഞ്ഞാൽ ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെയുള്ള ആളുകൾ മായം കലരാത്ത
വിശുദ്ധമായ വിശ്വാസം, സംശുദ്ധമായ ഈമാൻ വെച്ചു പുലർത്തിയിട്ടുള്ള ആളുകൾ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സമാധാനമുള്ളത്, ശാന്തിയുള്ളത്, അവരാകുന്നു യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈമാൻ എന്ന പദം, വിശ്വാസം എന്ന പദം, വിശ്വാസം ഉൾക്കൊണ്ടത് കൊണ്ട് ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട ഗുണം അംനാണ്, നിർഭയത്വമാണ്, ശാന്തിയാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നാം കണ്ടതുപോലെ വിശ്വാസി സമൂഹമാണ് അധികവും ജീവിക്കുന്നത്. പക്ഷേ ഈ വിശ്വാസികൾ അസ്വസ്ഥരാണ്, അവർക്ക് അസമാധാനമാണ്, അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ ഈമാനു ബിൽഉം വസബഊന ശുഅബ, വിശ്വാസം എന്നുള്ളത് 70 ചില്ലാനം ശാഖകളാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കലിമത്തു തൗഹീദാണ്. വഅദ്നാഹ, അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ളത് ഇമാത്തത്തുൽ അദാ അനിത്വരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഈ 70 ചില്ലാനം ശാഖകളിൽ ഒരു ശാഖയാകുന്നു ലജ്ജ, നാണം എന്നുള്ളത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. സഹോദരന്മാരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസത്തിൻ്റെ അടിത്തറയും അതിൻ്റെ അസ്ഥിവാരവും അതിൻ്റെ ആണിക്കല്ലും ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാകുന്നു. അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനില്ല. ഇലാഹുൻ എന്നാൽ ആരാധ്യൻ, അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആരാധ്യൻ. ഇലാഹുൻ ദൈവം, അൽ ഇലാഹ് യഥാർത്ഥ ദൈവം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥ ആരാധ്യനായ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന ഈ സന്ദേശത്തിലാകുന്നു ഈമാൻ രൂഢമൂലമായി നിൽക്കുന്നത് എന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏകനാണ്, അവന് സമന്മാരില്ല. അതേപോലെ തന്നെ അവൻ്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവർത്തനത്തിലോ അവന് പങ്കുകാരില്ല, അവൻ നിസ്തുലനാകുന്നു എന്നുള്ള ഈ വിശ്വാസം ഈമാനിൻ്റെ അടിക്കല്ലായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിൻ്റെ 6 ഘടകങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. അൻ തുഅ്മിന ബില്ലാഹ്, നീ അള്ളാഹുവിൽ വിശ്വസിക്കലാകുന്നു, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാകുന്നു, അവൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാകുന്നു, അവൻ്റെ ദൂതന്മാരിൽ വിശ്വസിക്കലാകുന്നു, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കലാകുന്നു. അതേപോലെ തന്നെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വാസം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമാകലാകുന്നു. ഈ 6 ഘടകങ്ങളും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സമഞ്ജസമായി സമ്മേളിക്കുന്നതിലൂടെ അവൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു അനുഭൂതിയാകുന്നു, ഒരു ആദർശമാകുന്നു വിശ്വാസം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാൻ എന്ന് പറഞ്ഞാൽ അതൊരു അലങ്കാരമല്ല, മാത്രമല്ല അത് നിങ്ങളുടെ പ്രതീക്ഷകളോ നിങ്ങളുടെ മനസ്സിൽ കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന നിങ്ങളുടെ മനക്കോട്ടകളോ അല്ല, ഒരു ആദർശം എന്ന നിലക്ക് നിങ്ങൾ കഴുത്തിലണിയുന്ന ഒരു അലങ്കാരവുമല്ല ഈമാൻ. പിന്നെയോ വലാകിൻ മാ വഖറ ഫിൽ ഖൽബ് വസദ്ദഖഹുൽ അമൽ, ഒരു മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമാകുന്ന ഒരാദർശവും ആ വിശ്വാസം അവനുണ്ട് എന്നത് തെളിയിക്കേണ്ടത് അവൻ്റെ കർമ്മത്തിലൂടെയാണ്. ഏതൊരു മനുഷ്യന്റെ മനസ്സിലേക്കും ഈമാനാകുന്ന അമർദ് അത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവന് അടങ്ങി നിൽക്കാൻ കഴിയില്ല. അവൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും, അവൻ്റെ വാക്കുകളിലും നോക്കുകളിലും മാറ്റം വരും, അവൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരും, അവൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹ്യപരമായുമുള്ള അവൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് ഈമാൻ എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഈ ഈമാനിന് ചിലപ്പോൾ ഏറ്റക്കുറവുണ്ടായേക്കാം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ ചിലപ്പോൾ വർദ്ധിക്കും, ചിലപ്പോൾ അത് കുറഞ്ഞെന്ന് വരും. അതുകൊണ്ട് തന്നെയാണ് ഈ ഈമാനിലൂടെ മാത്രമേ, വിശ്വാസത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ, മാറ്റത്തിന് വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അധർമ്മങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, വൃത്തികെട്ട ചിന്തകളിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന്
അവനെ മോചിപ്പിച്ച് നല്ല ചിന്തയിലേക്ക്, നല്ല തോന്നലുകളിലേക്ക്, നല്ല പ്രവർത്തനത്തിലേക്ക്, അവൻ്റെ നല്ല വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം അതൊക്കെ മാറ്റണമെങ്കിൽ അവൻ്റെ ഈമാൻ അത് എപ്പോഴും അത് തിളങ്ങി നിൽക്കണം അവൻ്റെ മനസ്സിൽ എന്നതാണ്. അതിനെ ഊതിക്കത്തിക്കാനുള്ള, അതിനെ കൂടുതൽ കൂടുതൽ പ്രശോഭിതമാക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശ്വാസികളായ നമ്മളെല്ലാവരും തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ ജുമാഅത്ത് പള്ളികളിൽ സമ്മേളിക്കുന്നു. ഒരു ഇമാമിൻ്റെ കീഴിൽ നമ്മൾ ഉത്ബോധനങ്ങൾ കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ അണിനിരന്നുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്നു. കാരണം എന്താ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണർത്തലുകളും ഉത്ബോധനങ്ങളും ഉപകാരപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫദക്കിർ ഫഇൻ നഫഅത്തിദ് ദിക്റ, ഉത്ബോധിപ്പിക്കുക. വിശ്വാസികൾക്കായിരിക്കും ഉത്ബോധനം ഫലം ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, എന്നെ നീ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരിൽ ഉൾപ്പെടുത്തേണമേ, അതേപോലെ തന്നെ ശുദ്ധി സ്വീകരിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്നാണ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ഉരിയാടുന്നതിലൂടെ, ഉച്ചരിക്കുന്നതിലൂടെ, അവൻ്റെ മനസ്സാ വാചാ കർമ്മണ ആദർശം അവൻ ജീവിതത്തിൽ പ്രയോഗവൽക്കുന്നതിലൂടെ, ഉൾക്കൊള്ളുന്നതിലൂടെ അവൻ അടിമുടി മാറുകയായി. അവൻ്റെ ബാഹ്യമായ അവൻ്റെ അവയവങ്ങളും ശരീരവും അവൻ വൃത്തിയോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവൻ്റെ മനസ്സ് വിശുദ്ധമായി തീരുന്നു. അവൻ്റെ മനസ്സിൽ പിന്നീട് വികലമായ ചിന്തകളോ, അസൂയ, അഹങ്കാരം, അഹന്ത പോലെയുള്ള ചീത്ത വിചാരങ്ങളോ ഉണ്ടാവുകയില്ല. കാരണം എന്താ? അവൻ്റെ മനസ്സിൽ ഈമാൻ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഒരു വിശ്വാസി ഏറ്റവും തൻ്റെ ഇടമുള്ളവനും ധൈര്യവാനുമായിരിക്കും. ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ ഈമാനിൻ്റെ ശക്തി കൊണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട്, തവക്കുൽ ബോധം കൊണ്ട് അവൻ അതിനെയെല്ലാം തരണം ചെയ്യുവാനും പ്രയാസങ്ങളെ, പ്രതിസന്ധി ഘട്ടങ്ങളെ തൃണവൽഗണിക്കുവാനും ഒരു വിശ്വാസിക്ക് കഴിയും എന്നതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ, ഈ വിശ്വാസം ഉൾക്കൊണ്ട് ആ സന്ദേശം പ്രബോധനം ചെയ്യുന്ന വിശ്വാസികൾ, വയഖ്ശൗനഹു, അല്ലാഹുവിനെ മാത്രമാണ് അവർ ഭയപ്പെടുന്നത്, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയെയും വ്യക്തിയെയും അവർ ഭയപ്പെടുകയോ അതേപോലെ തന്നെ അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്യുകയില്ല. അത് മനുഷ്യരാകട്ടെ, മനുഷ്യരല്ലാത്ത ജീവികളാകട്ടെ, അത് ജിന്നായാലും അത് മലക്കായാലും മരിച്ചുപോയ മഹാത്മാക്കളായാലും ജീവിക്കുന്നവരായ ആൾ ദൈവങ്ങളായാലും ആരായാലും ശരി. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റാരെയും തന്നെ ഏകദൈവ വിശ്വാസികൾ, യഥാർത്ഥ ഈമാനുള്ളവർ ഭയപ്പെടുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത്. ഈ ആദർശം ഉൾക്കൊണ്ട പ്രവാചക തിരുമേനിയുടെ ഉത്തമ ശിഷ്യഗണങ്ങളിൽപ്പെട്ട സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർക്ക് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ അതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിടുവാനും എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാനും അവർക്ക് കഴിഞ്ഞത് ഈ ഈമാൻ അവരുടെ മനസ്സിൽ രൂഢമൂലമായി ഉള്ളത് കൊണ്ടാണ്. ഈമാൻ അവർക്ക് നൽകിയ കരുത്തും ശക്തിയും ഉശിരും ഊർജവുമാണ്. നമുക്കറിയാമല്ലോ, ആദ്യമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഹിജ്റ പോയ, ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സംഘം നജ്ജാശി രാജാവർക്ക് അഭയം നൽകി. അവർക്ക് ആ സന്ദർഭത്തിൽ മുശ്രിക്കുകളുടെ 2 പ്രതിനിധികൾ അവിടെ വന്നിരുന്നു. അവർ മുസ്ലിങ്ങളെ കുറിച്ച് നജ്ജാശി രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. അല്ലയോ നാഗേശ് രാജാവേ, മുസ്ലിങ്ങൾ ഒരിക്കലും താങ്കളെ ആദരിച്ചുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കുകയില്ല. അന്നത്തെ കീഴ്വഴക്കമനുസരിച്ച് രാജാവ് ദർബാറിലേക്ക് കടന്നു വരുമ്പോൾ അവരെല്ലാവരും സുജൂദിൽ വീണുകൊണ്ടായിരുന്നു രാജാവിനെ സ്വീകരിച്ചിരുന്നത്. ഇത് മുശ്രിക്കുകൾ രാജാവിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം നജ്ജാശി രാജാവിന്റെ സദസ്സിൽ അവരെയെല്ലാം ക്ഷണിക്കപ്പെട്ടു. എല്ലാവരും വന്നെത്തി. രാജാവ് കടന്നു വരുന്നു. ആ സന്ദർഭത്തിൽ എല്ലാവരും രാജാവിനെ വണങ്ങിക്കൊണ്ട്
അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗം ചെയ്ത് അവർ പ്രണാമം അർപ്പിച്ചു. പക്ഷേ മുസ്ലിങ്ങൾ മാത്രം തല ഉയർത്തിപ്പിടിച്ചു നിന്നു. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കാത്തത്? ആ സന്ദർഭത്തിൽ തന്റെ ഇടത്തോടുകൂടി ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ നസ്ജുദു ഇല്ലാ ലില്ലാഹ്, പ്രപഞ്ചനാഥനായ ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ഞങ്ങൾ ഒരിക്കലും ശിരസ് കുനിക്കുകയില്ല മഹാരാജാവേ. ഞങ്ങളുടെ ആദർശം അതാണ്, ഞങ്ങളുടെ വിശ്വാസം അതാണ്. നോക്കൂ നിങ്ങൾ, ഈ പ്രഖ്യാപനമാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും മനസ്സുകളിലും ഇന്ന് അവർ ഉൾക്കൊള്ളുന്ന ഈമാൻ അനുസരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ അവർക്ക് ശക്തിയും കഴിവും പകരുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കാതിരിക്കാൻ അവർക്ക് ശക്തിയും കഴിവും പകരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ നിങ്ങൾ, റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് മരുഭൂമിയുടെ വളർത്തുപുത്രനായ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ധൈര്യത്തോടുകൂടി ആരെയും വകവെക്കാതെ, അവിടെയുണ്ടായിരുന്ന കൊട്ടാര കിങ്കരന്മാരെയും അവിടെയുണ്ടായിരുന്ന മറ്റു സേവകന്മാരെയൊന്നും വകവെക്കാതെ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക്, അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് നേർക്കുനേരെ കടന്നു ചെല്ലാൻ ധൈര്യം നൽകിയത് എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം, അവരുടെ മനസ്സിൽ രൂഢമൂലമായിരുന്ന ഈമാൻ അവർക്ക് നൽകിയിരുന്ന കരുത്തായിരുന്നു. ലോകത്ത് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ശക്തിയെയും അവർ വകവെക്കുകയില്ലായിരുന്നു. റുസ്തം ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? നിനക്കെന്താണ് പറയാനുള്ളത്? ആ സന്ദർഭത്തിൽ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നോ? ഇന്നല്ലാഹ അബ്തഅസ്നാ ലിനുഖ്രിജന്നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ് വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅതിഹാ വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം. ഇന്നല്ലാഹ അബ്തഅസ്നാ, അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണെന്നോ? ലിനുഖ്രിജന്നാസ്, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും മോചിപ്പിക്കാൻ വേണ്ടിയാണ്. മോചനത്തിന്റെ സന്ദേശവും മുദ്രാവാക്യവുമാണ്, മനുഷ്യ വിമോചനത്തിന്റെ ആദർശമായി കൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ലിനുഖ്രിജന്നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, ദാസന്മാരെ പടപ്പുകളെ ആരാധിക്കുന്നതിൽ നിന്ന് ആ പടപ്പുകളുടെ മുഴുവൻ സൃഷ്ടാവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ഏകദൈവ വിശ്വാസത്തിലേക്ക്, അതിലുള്ള ഈമാനിലേക്ക് അവരെ ക്ഷണിക്കാൻ വേണ്ടി കടന്നു വന്നവരാണ് ഞങ്ങൾ. അതേപോലെ തന്നെ ഈ ജനങ്ങളെ ഞങ്ങൾക്ക് മോചിപ്പിക്കേണ്ടതുണ്ട്. എന്തിൽ നിന്ന്? മിൻ ലീഖിദ് ദുനിയ ഇലാ സഅതിഹാ, ഈ ദുനിയാവിന്റെ സങ്കീർണതകളിൽ നിന്ന്, ഭൗതിക ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കുടുസ്സതകളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരണം. മിൻ ലീഖിദ് ദുനിയ ഇലാ സഅതിഹാ, ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ അനുഭവിക്കേണ്ട, അവൻ ആസ്വദിക്കേണ്ട അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുവദനീയങ്ങളായ വിശുദ്ധങ്ങളായ ജീവിത സൗകര്യങ്ങളെ അവർക്ക് ആസ്വദിക്കാനുള്ള അവസരം നൽകുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം ജീവിതഗന്ധിയായ ഒരു ആദർശമാണ്. ഭൗതിക ജീവിതത്തെ തടയാനുള്ളതല്ല, അത് മനുഷ്യർക്ക് നിഷിദ്ധമാക്കാനുള്ളതല്ല. എന്നാൽ അതോടൊപ്പം തന്നെ വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, മറ്റു പല മതങ്ങളും മറ്റു പല ആദർശങ്ങളും ദർശനങ്ങളും സിദ്ധാന്തങ്ങളും മനുഷ്യരെ ചങ്ങലക്കെട്ട് വരിഞ്ഞു മുറുക്കുകയാണ്. അനീതിയുടെ, അതേപോലെ തന്നെ അവകാശ നിഷേധത്തിന്റെ നിയമങ്ങളിൽ നിന്ന് ഈ മുഴുവൻ മനുഷ്യരെയും മോചിപ്പിച്ച് മനുഷ്യാവകാശത്തിന്റെ, മനുഷ്യനീതിയുടെ ഉത്കൃഷ്ടമായ ആദർശത്തിലേക്കും സിദ്ധാന്തത്തിലേക്കും അവരെ കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ എന്ന് ധൈര്യപൂർവം ഏത് കൊട്ടാരത്തിലും, ഏത് ചക്രവർത്തിയുടെ മുമ്പിലും, ഏത് രാജാവിന്റെ മുമ്പിലും തുറന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് ധൈര്യം നൽകിയ ആദർശമാണ് ഈ ഈമാൻ, ഈ വിശ്വാസം. എന്തുകൊണ്ടത് സാധിച്ചു? മായം കലരാത്ത ഈമാൻ, കലർപ്പില്ലാത്ത ഈമാൻ, ആ ഏകദൈവ വിശ്വാസം കൊണ്ട് മാത്രമേ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്നതാണ് ഈ പറഞ്ഞ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക, വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്,
അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയെയും ഒരു വ്യക്തിയെയും, അത് മലക്കാകട്ടെ, ജിന്നാകട്ടെ, മരിച്ചുപോയ മഹാത്മാക്കളാകട്ടെ, ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളാകട്ടെ, ആരാണെങ്കിലും ശരി, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഇന്ന് ലോകത്ത് എത്രയെത്ര ദൈവങ്ങളാണ് ആരാധിക്കപ്പെടുന്നത്, പൂജിക്കപ്പെടുന്നത്. കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള്, മുരട്, മൂർഖൻ പാമ്പ് വരെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം പൂജിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളാണ്. ഈ ദൈവവിശ്വാസത്തിലെല്ലാം മായം കലർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസം ഏതേതൊക്കെ മനുഷ്യരുടെ മനസ്സിൽ കുടികൊള്ളുന്നുവോ ആ മനസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല, ആ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല. ആ വ്യക്തികളുടെ, അത്തരം വ്യക്തികളുടെ ജീവിതത്തിൽ, മനുഷ്യ സമൂഹത്തിൽ പ്രതീക്ഷിക്കേണ്ട നന്മകൾ അത് പൂത്തുലഞ്ഞ് നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസം, മായം കലരാത്ത വിശ്വാസം അവൻ തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തെ ആ മൂലാഗ്രം അത് പരിവർത്തിപ്പിക്കുക തന്നെ ചെയ്യും. അവൻ്റെ വാക്കിൽ അത് കാണാം, അവൻ്റെ പ്രവർത്തനങ്ങളിൽ അത് കാണാം, അവൻ്റെ വ്യക്തി ജീവിതത്തിൽ അവൻ കാണാം, അവൻ്റെ കുടുംബ ജീവിതത്തിൽ ഇത് കാണാൻ കഴിയും. എന്നാൽ ഇന്നത്തെ അവസ്ഥ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യൻ്റെ മനസ്സ് അത് അസൂയ, വിദ്വേഷം, പരസ്പരം വെറുപ്പും അതുപോലെ തന്നെയുള്ള അതുപോലെ തന്നെ അഹങ്കാരവും അഹന്തയും ആർത്തിയും ദുരയും നിറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതം. ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഭൗതികതയോടുള്ള അടങ്ങാത്ത ഒടുങ്ങാത്ത അഭിനിവേശം മനുഷ്യന് വർദ്ധിച്ചു വരികയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ടവനാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഈമാനിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്ത ആ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സംതൃപ്തരായി കഴിഞ്ഞുകൂടുന്ന ഒരു ജനത. മാത്രമല്ല, അവർ എവിടെ നിന്ന് സമ്പാദിക്കുന്നു എന്നത് കൃത്യമായി ആലോചിക്കുന്നവരാണ്. അവർ തിന്നുന്ന ഭക്ഷണം അത് വിശുദ്ധമായിരിക്കണം, അവർ ഉടുത്ത വസ്ത്രം ഹലാലായ സമ്പാദ്യത്തിലൂടെ അവർ നേടിയത് കൊണ്ടായിരിക്കണം, അവർ ഉണ്ടാക്കിയ ഭവനം നല്ല സ്വത്ത് കൊണ്ട് പണിതാവണം, അവർ യാത്ര ചെയ്യുന്ന വാഹനം ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് വാങ്ങിയതാകണം. അവിടെ ജീവിതത്തിൽ മുഴുവൻ ഈ വിശുദ്ധി നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശ്വാസികൾ എന്ന് പറയുന്ന ധാരാളം ആളുകളുടെയും ജീവിതത്തിൽ ഈ ഒരു നിലപാട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മെ ഉണർത്തുന്നുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യഅതി അലന്നാസി സമാൻ, ഒരു കാലം വരും മനുഷ്യ സമൂഹത്തിന്, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. ഒരു മനുഷ്യൻ താൻ സ്വീകരിക്കുന്ന സമ്പത്ത്, താൻ സമ്പാദിക്കുന്ന സമ്പത്ത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്ന് നോക്കാതെ എല്ലാം വാരിക്കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ നമ്മൾ പരിശോധിച്ചു നോക്കൂ. കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പണം എങ്ങനെ സമ്പാദിക്കാൻ കഴിയും എന്നതാണ് എല്ലാ മനുഷ്യന്മാരും ചിന്തിക്കുന്നത്. വിശ്വാസികളും അവിശ്വാസികളും ഇതിലൊരു മാറ്റം വരേണ്ടതല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. യഥാർത്ഥ ഈമാൻ മായം കലരാത്ത ഈമാൻ, യഥാർത്ഥ ഈമാൻ മായം കലരാത്ത ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ അവർ സമ്പാദിക്കുന്നത് ഹറാമാണോ ഹലാലോ ആണോ എന്ന് നോക്കാതെ വാരിക്കൂട്ടാൻ കഴിയുമോ? സത്യവും അസത്യവും നോക്കാതെ, ധർമാധർമ്മങ്ങൾ പരിഗണിക്കാതെ, ആരാൻ്റെതാണോ അവനാവാൻ്റെതാണോ എന്ന് നോക്കാതെ വാരിക്കൂട്ടി സമ്പാദിക്കാൻ നമുക്കാവുമോ സഹോദരങ്ങളെ? ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹിയായിൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ വിശുദ്ധി, അയാളുടെ വിശ്വാസം, അയാളുടെ ധർമ്മബോധം അതളക്കാൻ നിങ്ങൾ അയാളുടെ ബാഹ്യമായ ഈമാനിൻ്റെതെന്ന് പറയപ്പെടുന്ന അടയാളങ്ങളെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് കഴിയില്ല. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റഖഅ ഔ ഇസാറുൻ ഫൗഖ ഖഅബി സാഖി മിൻഹു റഫഅ ഔ ജബീനുൻ ലാഹ ഫീഹി ആസറുൻ ഖദ് ഖുലിഅ വലദ ദിർഹാമി ഫൻദുർ ഗയ്യഹു ഔ വറഅ. എത്ര അർത്ഥവത്തായ ഒരു കവിതാശകലമാണ് ഇത് എന്ന് ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരിക്കലും വഞ്ചിതരാകരുത്. എന്ത് കണ്ടുകൊണ്ട്? അവന്റെ നെറ്റിത്തടത്തിൽ ഉയർന്നു നിൽക്കുന്ന നമസ്കാരത്താഴ്മ്പ് കൊണ്ട് അവനെ കണ്ട് നിങ്ങൾ വഞ്ചിതനാകരുത്. അവന്റെ ഭക്തിയിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. അതേപോലെ തന്നെ നെരിക്കാണിക്ക് മുകളിൽ കയറ്റിയെടുത്തിട്ടുള്ള അവന്റെ ഉടുതുണി കണ്ടുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്.
അയാളുടെ ഭൗതികമായ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് ലളിതമായ വസ്ത്രധാരണമാണ് അവൻ നടത്തിയിട്ടുള്ളത് എന്ന് കണ്ടുകൊണ്ട് അവൻ്റെ ഭക്തിയിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. പക്ഷേ ഒരു മനുഷ്യന്റെ ഭക്തിയും വിഭക്തിയും തിരിച്ചറിയാനുള്ള മാനദണ്ഡമായി അദ്ദേഹം അവിടെ പറയുന്നത് എന്താണെന്നോ, ഒരു മനുഷ്യന്റെ ഭക്തി, അയാളുടെ സൂക്ഷ്മതാബോധം അത് അളക്കേണ്ടത് ദിർഹമിന്റെ അരികിലെത്തുമ്പോഴാണ്. പണവുമായുള്ള ഇടപാട് നടത്തുമ്പോൾ അവൻ എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. അവിടെ ചതിയുണ്ടോ, അവിടെ പൂഴ്ത്തിവെപ്പുണ്ടോ, അവിടെ കരിഞ്ചന്തയുണ്ടോ, അവിടെ കൈക്കൂലിയുണ്ടോ, അവിടെ കോഴ കൊടുക്കുന്നുണ്ടോ, അന്യന്റെ സ്വത്ത് അനർഹമായി അപഹരിച്ചെടുക്കുന്നുണ്ടോ, എന്തിന്റെ പേരിലാണെങ്കിലും അവൻ പലിശ തിന്നുന്നുണ്ടോ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടം അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നിരിക്കുന്നു, പലിശ അവൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇത് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് പലിശയുമായി നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ടെങ്കിൽ, പലിശയോട് പോലും മൃദുല സമീപനം സ്വീകരിക്കുകയാണ് ആര്? വിശ്വാസി സമൂഹം. എങ്ങനെയാണ് ഈ വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കാൻ കഴിയുക? എന്താണ് ഇവിടെ സംഭവിക്കുന്ന തകരാറ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഈമാനിന്റെ തിളക്കമാകണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാർഗദർശനമാകേണ്ടത്. അതിനെ വർദ്ധിപ്പിക്കണം. അല്ല ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ അത് കൂടുകയും കുറയുകയും ചെയ്യും. ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള വഴികളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, വിശ്വാസി സമൂഹം എല്ലാ വെള്ളിയാഴ്ചകളിലും അവർ അവരുടെ മഹല്ലുകളിൽ ഒരുമിച്ചുകൂടി ഒരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കുകയും ആ ഇമാമിന്റെ ഉത്ബോധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. കാരണം എന്താ? വിശ്വാസികൾക്ക് ഉത്ബോധനങ്ങൾ, ഉണർത്തലുകൾ ഉപകാരപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. നമ്മുടെ ഈമാനിനെ തട്ടി ഉണർത്താനുള്ള വഴികളാണത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ അടുപ്പം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ തങ്ങളുടെ വിശ്വാസത്തിൽ മായം ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാകുന്നു യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിർഭയത്വമുള്ളത്, സമാധാനമുള്ളത്, ശാന്തിയുള്ളത്, സ്വസ്ഥതയുള്ളത്. അവരാകുന്നു യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതേപോലെ തന്നെ വിശ്വാസികൾക്കാകുന്നു അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വാസികൾ അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ അവരുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. അറിഞ്ഞേക്കുക, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ, സ്മരിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യന്റെ മനസ്സ് ശാന്തമാവുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മനുഷ്യരുടെ ഇന്നത്തെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അസ്വസ്ഥതയാണ്, അസമാധാനമാണ്, അങ്കലാപ്പുകളാണ്. ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ പലരും പതറുകയാണ്. അങ്ങനെ തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും അവർ ആപതിക്കുകയാണ്. ഇവിടെ ഒരു വിശ്വാസി തളരാൻ പാടില്ല. അവന്റെ ജീവിതത്തിൽ അവന് വഴികാട്ടേണ്ടത് അവന്റെ ഈമാനാണ്. ഈമാനിനെ വർദ്ധിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള വഴികൾ നമ്മൾ സ്വീകരിക്കണം. വിശുദ്ധ ഖുർആനിനോട് അടുക്കുക, അത് പാരായണം ചെയ്യുക, പഠിക്കുക, അല്ലാഹുവിനെ ഓർക്കുക. എന്നാൽ മാത്രമേ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദൈവസ്മരണയിലൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അവന്റെ ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിലൂടെനീളം നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ മാത്രമേ ജീവിതത്തെ മാറ്റാൻ കഴിയുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരുപാട് തിന്മകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രയോ ആളുകൾ, കേരളക്കരയിലേക്ക് നോക്കിയാൽ നമ്മുടെ ചെറുപ്പക്കാരിൽ അധികവും മദ്യത്തിനടിപ്പെട്ട ആളുകളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. വിശ്വാസി സമൂഹത്തിലും ഇത് നമ്മൾ കാണുന്നു. മലയാളത്തിൽ ഖുത്ബ കേൾക്കുന്ന മുസ്ലിം മഹല്ലുകളിൽ ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ ഈ അധാർമികതകളിലും ഇത്തരത്തിലുള്ള ദുർനടപ്പുകളിലും മുഴുകി നമുക്ക് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നമാണിത്. നമ്മളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസം, നമ്മുടെ ഈമാൻ, അതിൽ മായം കലർന്നിട്ടുണ്ടോ? അതിന് കുറവ് സംഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനും അതിന് ശക്തി പകരുവാനും അതിന് ഈമാനികമായ ആത്മീയമായ ചൈതന്യം നൽകുവാനും നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈമാനിന് കഴിഞ്ഞിട്ടില്ലേ എന്ന് നമ്മൾ പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവൻ മദ്യപാനിയാകാൻ പാടില്ല, അവൻ വ്യഭിചാരിയാകാൻ പാടില്ല, അതിര് വിട്ട ലൈംഗിക ജീവിതത്തിന്റെ ഉടമയാകാൻ പാടില്ല. ഇന്ന് നോക്കൂ നിങ്ങൾ,
കുടുംബജീവിതത്തിൽ സമാധാനം കണ്ടെത്തുന്നുണ്ടോ മനുഷ്യന്മാർ? അവിടെയുമൊക്കെ ഇത്തരം വൃത്തികേടുകളല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഇസ്ലാം നമുക്ക് എത്ര സുന്ദരമായാണ് കുടുംബജീവിതത്തിൻ്റെ ഉപമ വിശദീകരിച്ചു തരുന്നത്. ഒരു സ്ത്രീയും പുരുഷനും കുടുംബജീവിതത്തിലേക്ക് വിവാഹത്തിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ ഖുർആൻ അവരെ ഉപമിച്ചത് എന്താണെന്നോ? ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളാകുന്നു, അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാകുന്നു. വസ്ത്രത്തോടാണ് ഈ രണ്ട് ഇണകളെ ഉപമിച്ചിട്ടുള്ളത്. ഭാര്യ ഭർത്താവ് എന്ന് ഇസ്ലാമികമായ അതിൻ്റെ നിർവചനത്തിലൂടെ പറയാൻ കഴിയുകയില്ല. ഇണകളാണ്. ഒരു ഭാര്യയും ഭർത്താവും വസ്ത്രം പോലെ. വസ്ത്രം എന്തൊക്കെയാണ്, എന്ത് ഉപകാരമാണ് നമുക്ക് നൽകുന്നത്? വസ്ത്രം നമ്മുടെ നഗ്നതകൾ മറച്ചു വെക്കുന്നു, നമ്മുടെ പോരായ്മകൾ മറച്ചു വെക്കുന്നു. അപ്പോൾ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നവളാകണം. ഭർത്താവ് ഭാര്യയുടെ ന്യൂനതകൾ ഒരിക്കലും വെളിപ്പെടുത്താത്തവനായിരിക്കണം. അതേപോലെ തന്നെ വസ്ത്രം നമുക്ക് അലങ്കാരമാണ്, നമുക്ക് അന്തസ്സാണ്. എൻ്റെ ഭാര്യ എനിക്ക് ജീവിതത്തിൽ അന്തസ്സാകണം, എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അലങ്കാരമാകണം. അതേപോലെ തന്നെ ഈ ഭാര്യക്ക് തൻ്റെ ഭർത്താവ് ജീവിതത്തിലെ അന്തസ്സും അഭിമാനവും അലങ്കാരവുമായി മാറണം. അതിലെല്ലാം ഉപരി നോക്കൂ നിങ്ങൾ, ഈ വസ്ത്രത്തിൽ നിന്ന് നമുക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. ഈ വസ്ത്രത്തിൽ നിന്ന് നമുക്കൊന്നും മറച്ചു വെക്കാനില്ല. വസ്ത്രം അറിയാതെ നമ്മുടെ ശരീരത്തിലൊന്നുമില്ല. അത് നമ്മുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നതാണ്. അതുപോലെയാകണം ഭാര്യയും ഭർത്താവും. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ഒന്നും മറച്ചു വെക്കാനില്ല, ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ഒന്നും മറച്ചു വെക്കാനില്ല, ഒളിച്ചു വെക്കാനില്ല. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കൂ. എത്ര ഭാര്യമാരും ഭർത്താക്കന്മാരും, എത്ര ജീവിത പങ്കാളികൾ ഇതുപോലെ ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്നും ഒരിക്കലും ഒന്നും ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനുമില്ലാതെ ഒന്നായി ജീവിക്കുന്ന എത്ര പേരുണ്ട്? സ്വന്തം ഭാര്യയുടെ അരികിൽ ഭർത്താവ് മൊബൈൽ ഏൽപ്പിച്ചു കൊടുത്ത് അരമണിക്കൂർ നേരം മൊബൈൽ ഏൽപ്പിച്ചു കൊടുത്തു പോകാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടെന്ന് ആലോചിച്ചു നോക്കൂ. ഇല്ല, അവർക്ക് പലരുമായും ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഭർതൃമതികളായ സ്ത്രീകൾ അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിവാഹിതരായ പുരുഷന്മാർ അന്യ സ്ത്രീകളുമായി പരസ്ത്രീ ബന്ധം വെച്ച് പുലർത്തുന്നവരാകുന്നു. ഇതൊക്കെ വിശ്വാസി സമൂഹത്തിൽ നടക്കുന്നു, ഈമാനുള്ളവരെന്ന് പറയുന്ന സമൂഹത്തിൽ നടക്കുന്നു. എന്താണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈമാൻ കൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം, കുടുംബ ജീവിതത്തിൽ ഉണ്ടാകണം, അതേപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഉണ്ടാകണം, സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന് മാത്രമേ മനുഷ്യൻ സമൂഹത്തിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ആ വിശ്വാസത്തിനാണ് അംഗീകാരമുള്ളത്. ആ വിശ്വാസത്തെയാണ് മായം കലരാത്ത കലർപ്പില്ലാത്ത വിശ്വാസമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ കുടുംബ ജീവിതത്തിൽ പോലും സ്വസ്ഥതകളും സമാധാനവുമില്ലാത്ത അസ്വസ്ഥമായ കലഹങ്ങളാണ് അവിടെ. ബന്ധങ്ങൾ നോക്കുന്നു, ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണിത്? ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ നമുക്ക് കാണാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, ആലോചനാശേഷി, ബുദ്ധിയും ചിന്താശക്തിയും കൊണ്ട് അനുഗ്രഹീതരാണ് മനുഷ്യർ. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ മഹത്തായ അനുഗ്രഹത്തെ ഒരിക്കലും നമ്മൾ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. കാണാൻ പാടില്ലാത്ത പലതും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാം വിശുദ്ധ ഖുർആൻ ഓതുന്നതോടൊപ്പം തന്നെ 5 നേരം നമസ്കരിക്കുന്നതോടൊപ്പം തന്നെ മറ്റു സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതോടൊപ്പം തന്നെ ഈ സൽക്കർമ്മങ്ങളെ മുഴുവൻ നിഷ്ഫലമാക്കി കളയുന്ന വിധത്തിലുള്ള പല തിന്മകളിലും മനുഷ്യൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഇങ്ങനെ എല്ലാം കൂടിക്കലരുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. നേരെ മറിച്ചോ, ഒരാൾ ഒരു വിശ്വാസം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം അവന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റുന്നതും പരിവർത്തിപ്പിക്കുന്നതുമാകണം എന്നതാണ് ഇസ്ലാം നമ്മോട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പനയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു, വിശ്വസിച്ചവരെ നിങ്ങൾ വിശ്വസിക്കുവിൻ, സത്യവിശ്വാസികളെ നിങ്ങൾ വിശ്വാസികളാവുവിൻ. എന്താണ് ഈ വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനത്തിന്റെ ആശയം? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെ തന്നെ ഉണർത്തുകയാണ്. അപ്പോൾ വിശ്വാസി സമൂഹത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ, നന്മകളുണ്ടെങ്കിൽ, അധർമ്മങ്ങളുണ്ടെങ്കിൽ, വഴിവിട്ട ചിന്തകളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല.
തെറ്റുകളിൽ നിന്ന് തീർച്ചയായും മോചിതരാകാനുള്ള അവസരമുണ്ട്. വിശ്വാസത്തെ നമ്മൾ പുതുക്കുകയും അതേപോലെ തന്നെ വീണ്ടും പുതിയ വിശ്വാസം കരുത്തോടുകൂടി ഈമാനിലേക്ക് തിരിച്ചു വരികയും ആത്മീയമായ ചൈതന്യവും ഉണർവും ജീവിതത്തിൽ നേടിയെടുക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള പോംവഴി. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅഅകും ലിമാ യുഹ്യീകും. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനും അല്ലാഹുവിന്റെ തിരുദൂതർക്കും ഉത്തരം നൽകുവിൻ. ഇദാ ദഅഅകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ പകരുന്ന, നിങ്ങൾക്ക് ചൈതന്യം നൽകുന്ന ഒരു ജീവിതഗന്ധിയായ ആദർശത്തിലേക്ക് അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുവിൻ. ആ വിളിയാണ് യാ അയ്യുഹല്ലദീന ആമനു ആമിനു, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ വിശ്വാസം ഉൾക്കൊള്ളുവിൻ എന്ന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ അവിടെയും ഇവിടെയും തിന്മകൾ നമ്മൾ കാണുന്നത് കൊണ്ട് നിരാശപ്പെടാനായിട്ടില്ല. ഒരിക്കലും വിശ്വാസികൾക്ക് നിരാശയുണ്ടാകാൻ പാടില്ല. പിന്നെ എന്താണ് വേണ്ടത്? നാം ഒരു ആത്മപരിശോധനക്ക്, ഒരു ആത്മവിചിന്തനത്തിന് നമ്മെ തന്നെ സ്വയം വിധേയരാക്കുക. എവിടെയാണ് പോരായ്മകൾ, എവിടെയാണ് തെറ്റ്, എവിടെയാണ് തകരാറ് വന്നിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാറ്റാൻ തയ്യാറാവുക. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, തീർച്ചയായും വിശ്വാസത്തിൽ തകരാറ് സംഭവിച്ചാൽ, ഈമാനിൽ മായം കലർന്നാൽ അമലുകളിൽ മായം കലരും. ഒരു വസ്തുവിന്റെ നിഴൽ നേരെ നിൽക്കണമെങ്കിൽ ആ വസ്തു വളവില്ലാത്തതായി തീരണം. ആ വസ്തു വളഞ്ഞാൽ അതിൻ്റെ നിഴലിനും വളവുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഈമാനിന്, നമ്മുടെ വിശ്വാസത്തിന് വളവുണ്ടായാൽ നമ്മുടെ കർമ്മങ്ങൾ വളയും എന്ന് മാത്രമല്ല, ഈമാനിലുള്ള തകരാറ് കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാതെയാവുകയും ചെയ്യും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. വിശ്വാസത്തിൽ വൈകല്യം സംഭവിച്ചാൽ അള്ളാഹുവിൻ്റെ അരികിൽ ഒരിക്കലും ആ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ഒരാൾ ശിർക്ക് ചെയ്താൽ ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കളെങ്ങാനും അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകും, ഫലശൂന്യമായി പോകും എന്ന് പ്രവാചക തിരുമേനിയെ സംബോധന ചെയ്തുകൊണ്ട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം അത് വിശുദ്ധമായിരിക്കണം. ആ വിശ്വാസത്തിന്റെ വിശുദ്ധിയിലൂടെ മാത്രമേ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ വിശുദ്ധി നിലനിർത്തണം. നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ നോക്കിലും നമ്മുടെ വേഷഭൂഷാദികളിലും നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ഇണയോടുള്ള പെരുമാറ്റത്തിലും നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിലും വലിയവരെ ആദരിക്കുന്ന കാര്യത്തിലും ചെറിയവരോട് കാരുണ്യം കാണിക്കുന്ന കാര്യത്തിലും സാമൂഹ്യമായ ഇടപാടുകളിലും ഇടപഴകലുകളിലുമെല്ലാം നമ്മുടെ ഈമാൻ നിഴലിച്ചു നിൽക്കണം. അതുകൊണ്ടാണല്ലോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമ, ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചാർത്തിക്കൊള്ളട്ടെ. മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ഉടപ്പിറപ്പുകളുമായുള്ള ബന്ധങ്ങൾ സ്നേഹത്തിന്റെ കണ്ണികളാൽ അവൻ വിളക്കി ചേർക്കട്ടെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഈമാൻ വിശുദ്ധമായാൽ, അത് സംശുദ്ധമായാൽ, അത് നിഷ്കളങ്കവും നിഷ്കപടവും നിർവ്യാജവുമായി തീർന്നാൽ തീർച്ചയായും ആ വിശുദ്ധമായ ഈമാനിന്റെ ശക്തിയാൽ നമ്മുടെ ജീവിതമാസകലം വിശുദ്ധമായി തീരും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും പരിവർത്തിപ്പിക്കുവാനും നമുക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു മാറ്റം, അങ്ങനെയുള്ള ഒരു പരിവർത്തനം, അങ്ങനെയുള്ള ഒരു സംസ്കരണം, അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 വർഷകാല ജീവിതത്തിലൂടെ നേടിയെടുത്തത്, സാധിച്ചെടുത്തത്, താൻ വളർത്തിയെടുത്ത സഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അങ്ങനെയുള്ള ഒരു മാറ്റത്തിലൂടെയാണ് ലോകത്തിന് മുഴുവൻ മാതൃകകളായത്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹുവിനെ കുറിച്ച് അവർ സംപ്രീതരായിരിക്കുന്നു, അവരെ കുറിച്ച് അള്ളാഹും സംതൃപ്തനായിരിക്കുന്നു എന്ന്. ഇങ്ങനെ ദൈവിക സംതൃപ്തി നേടാൻ ഈമാനിലൂടെ നമുക്ക് കഴിയണം. അങ്ങനെ അള്ളാഹു നമുക്കെല്ലാവർക്കും ഒരുക്കി വെച്ചിട്ടുള്ള അവന്റെ അനശ്വര സുഖാനന്ദത്തിന്റെ പരിശുദ്ധ ഗേഹമായ
സ്വർഗലോകത്ത് പ്രവേശിക്കാൻ നമ്മുടെ ഈമാനിലൂടെ, ജീവിത വിശുദ്ധിയിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്, മഹാ അനുഗ്രഹം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അർഹമുറാഹിമിനായ നാഥ, കരുണാമയനായ തമ്പുരാനെ, ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനും പരിവർത്തിപ്പിക്കുവാനും നീ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൽ നിന്റെ വിനയാന്യതരായ ദാസന്മാരായി ജീവിതം കഴിച്ചു കൂട്ടുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുമാറാകണേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.